നമ്മൾ ഈ ചലഞ്ചിലെ ആദ്യത്തെ പ്രൊഡക്റ്റാണ് അലോവേര ജെൽ. ഇതിനകത്ത് ഇത് നമ്മൾ ഞാൻ ഹിമാലയയുടേതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എനിക്ക് ഹിമാലയയുടെ അലോവേര ജെല്ല് കുറച്ചുകൂടി ഇഷ്ടമാണ്. അതിൻ്റെ ആ മണവും എല്ലാം നല്ല ഇഷ്ടമാണ്. ഹിമാലയയുടെ എനിക്ക് ബാക്കി പ്രൊഡക്റ്റ്സ് ഒന്നും എനിക്ക് സ്യൂട്ട് ആവില്ല കേട്ടോ. മറ്റേ ആൻറ്റി പിമ്പിൾസ് ഒക്കെ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ മൂക്കുരു വരും. ആൻറ്റി പിമ്പിൾസ് ആണെങ്കിലും അത് യൂസ് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ പിമ്പിൾസ് വരും. അങ്ങനെ പക്ഷെ എനിക്ക് ഇതിൻ്റെ ജെല്ല്, അലോവേര ജെല്ല് നല്ല രീതിയിൽ എനിക്ക് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ കളർ ഇതൊരു ഏകദേശം ഈ ഒരു കളറാണ് കേട്ടോ ഇതിന് വരുന്നത്. ഞാനിതിൽ വൈറ്റമിൻ ഇയുടെ ഒരു 4 ടാബ്ലറ്റ് പൊട്ടിച്ചതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ റോസ് വാട്ടറിലെ റോസ് വാട്ടറാണ്. ഇത് ഞാൻ റോസ് വാട്ടർ വാങ്ങിയിട്ട് സ്പ്രേ ബോട്ടിലും വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വില ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. ആ സ്പ്രേ ബോട്ടിൽ റോസ് വാട്ടർ ഇതിൻ്റെ പ്രൈസ് ടാഗ് ഞാൻ എടുത്ത് കളഞ്ഞു. ഒരു 30 രൂപയ്ക്കകത്താണ് വരുന്നതെന്ന് തോന്നുന്നു. ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഡയറക്റ്റായിട്ട് കയ്യിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ അധികമായിട്ട് ഒരസാതെ ഇങ്ങനെ ഹാർഡായിട്ട് തേക്കാതെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പഞ്ഞിയിലോ എന്തെങ്കിലും എടുത്തിട്ട് പതിയെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് ഞാൻ ഗുലാബറിയുടേതാണ് എടുത്തിട്ടുള്ളത്. വേറെ ഇഷ്ടംപോലെ ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. എനിക്കിതിൻ്റെ മണം നല്ല ഇഷ്ടമായിട്ടാണ് എടുത്തിട്ടോ. ഇത് 54 രൂപയാണ്. ഒരു മീഡിയം സൈസ് ബോട്ടിലാണ്. ഇത് എത്ര ലിറ്ററാണ്? 120 ml ആണ്. 54 രൂപ. ഇത് ഇതുപോലെ ബോട്ടിലും കുഴപ്പമില്ല. ഇപ്പൊ ഇതുപോലെ ബോട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് അല്ലാതെ കൈവച്ച് ഉപയോഗിക്കാമേ. അപ്പം നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. നീഹക്കുട്ടി ഉറങ്ങുകയാണ് കേട്ടോ, അതാണ് ഞാൻ പതിയെ പറയുന്നത്. അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഒരു ടവൽ വെച്ചിട്ട് ഒരു തോർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഇപ്പം ഇതാണ് ഞാൻ വാങ്ങിയ ആ സ്പ്രേ ബോട്ടിൽ. നമ്മുടെ ഈ റോസ് വാട്ടറിൻ്റെത് ഓപ്പൺ ചെയ്ത് ഇതിലോട്ട് ഒഴിക്കാം. ബാക്കി ഞാൻ പിന്നീട് ഒഴിക്കാം കേട്ടോ. നമുക്ക് ബാക്കി ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ സംസാരിക്കുമ്പോൾ മോൾ എണീക്കുന്നുണ്ട് കേട്ടോ. പതിയെ സംസാരിക്കും. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണ് നന്നായിട്ട് അടച്ചിട്ട് പിന്നെ മൈക്ക് ഓക്കെ. ജസ്റ്റ് എൻ്റെ കൈയുടെയും എൻ്റെ കൈയുടെ കളറും എൻ്റെ മുഖത്തിൻ്റെ കളറും എല്ലാം വേറെ. എന്നിട്ട് ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ട് എന്നിട്ട് ജസ്റ്റ് നമ്മൾ കൈ വെച്ചൊന്ന് ഇതിങ്ങനെ വീശി അപ്പം തന്നെ ഡ്രൈ ആയി. ഒരു നല്ല രസമുള്ളൊരു ഫീൽ ആയിട്ട്, നല്ല മണമാണ്. കുറച്ചുകൂടി നല്ല ഫ്രഷ് ആയിട്ട് തോന്നും. കവിള് എനിക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടാണെന്ന് അറിയാമോ, എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്ന ഇതാ. എനിക്ക് നാളെ ഉണ്ട് ഈ സൈഡിൽ എനിക്ക് നല്ല രീതിയിൽ ആ വ്യത്യാസം അറിയാൻ പറ്റും. നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ. ഉറപ്പായിട്ടും ചെയ്യും, നല്ല റിസൾട്ട് ഉള്ളതാണ്. ഞാൻ നോക്കുന്നത് എൻ്റെ ഫോക്കസ് കറക്റ്റ് ആണോ എന്നറിയില്ല. ഇങ്ങനെ വെച്ചിട്ടൊക്കെ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഈ വീണ്ടും മൈക്കി തട്ടി. ഓക്കെ, ഇത് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോസിൽ കണ്ട് വെച്ചതാണ് കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യില്ലേ, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ചെറിയ മസാജും കൂടി ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫിംഗേഴ്സ് ഇങ്ങനെ ജസ്റ്റ് മടക്കി വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് പുഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സൈഡ് ഇങ്ങനെ റൗണ്ടിൽ മുകളിലോട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഈ സ്മൈൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കട്ട് വരില്ലേ, ആ കട്ടിൻ്റെ അവിടെ. എന്നിട്ട് നമ്മുടെ ഈ അണ്ടർ ഐ ഭാഗം ഇങ്ങനെ ചെയ്യാം. ഐബ്രോയുടെ അവിടെ നിന്ന് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യാം. നമ്മുടെ ഈ വിരൽ വെച്ച്, നമ്മൾ ഈ മോതിരം ഇടുന്ന വിരലില്ലേ, ആ വിരൽ വെച്ച് കണ്ണിന് ചുറ്റും ജസ്റ്റ് ഇങ്ങനെ കുറച്ച് തവണ മസാജ്. ഒരു നല്ല കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ അത്. ഞാനിങ്ങനെ അധികം സമയം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ. കണ്ണ് നല്ല റിലാക്സ് ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇത്ര നേരം എഡിറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ടയർഡായിട്ട് തോന്നുന്നുണ്ടോയെന്ന് അറിയാൻ വയ്യ. പക്ഷെ എനിക്ക് പേഴ്സണലി നല്ല ഒരു റിലീഫായിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല കൂടും ഈ ഭാഗങ്ങളിൽ. ഇങ്ങനെ പിടിച്ച് നമ്മുടെ സ്കിന്നിൽ നിന്ന് അപ്പ് ചെയ്യാം. പിന്നെ ഞാൻ പറയട്ടെ, ഇത് നമുക്ക് ഇപ്പം തണുപ്പ് സമയം വലിയ കുഴപ്പമില്ല. പക്ഷെ മഴ സമയത്തൊക്കെ ഇത്
നമ്മൾ അലോവേര ജെല്ലിൽ കുറച്ച് ഇങ്ങനെ ഉണ്ടോ, ഒട്ടും ഇങ്ങനെ ഒട്ടുന്ന പോലത്തെ ഒരു സംഭവമാണ്. ചിലർക്ക് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യരുത്, കണ്ടിന്യൂസ്ലി ചെയ്യാം. നല്ല റിസൾട്ട് വരുന്ന സാധനമാണ്. നമ്മൾ മുഴുട്ടത്തൈനോ അങ്ങനെ വലിയ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങളിലൊന്നും പോകണ്ട. കാരണം ഇപ്പൊ തന്നെ ഈ ഭാഗത്ത് നല്ല നല്ല രസമായിട്ടൊരു മാറ്റം വരുന്നുണ്ട്. കണ്ട, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യത്യാസം മനസ്സിലാവും. അപ്പം ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്തിട്ട് നിങ്ങളൊരു 3 ദിവസം ആകുമ്പം എനിക്ക് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന്. ഇപ്പം ഞാൻ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ, തലമുടി നല്ല രീതിയിൽ കോംബ് ചെയ്തെടുത്തിട്ട് സ്കാൽപ്പ് നല്ല രീതിയിൽ മസാജ്, നമ്മളെ ഈ തലയോട്ടിയിൽ നല്ല രീതിയിൽ നല്ല അനങ്ങുന്ന രീതിയിൽ ഇങ്ങനെ 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 മസാജ് ചെയ്തിട്ട് ഇങ്ങനെ മുടി തിരിച്ചിട്ടിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്തു. എന്നിട്ട് മുകളിലോട്ട് പിടിച്ച് കെട്ടി വെച്ചേക്കാണ്. ഇപ്പം ഞാൻ തലയിൽ പ്രത്യേകിച്ച് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ നാളെ തലയിൽ അടിക്കേണ്ട ഒരു സ്പ്രേ, ഇതുപോലൊരു ബോട്ടിൽ ഇനി ഒന്നും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇത്രയും വലിപ്പമുള്ളതല്ല, ഇതിൻ്റെ ചെറിയ സൈസ്. അതിലേക്ക് നമുക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പം നാളെ അത് കാണണം കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ ഉറപ്പായിട്ട് ഇട്ട് നോക്കണം. ഇട്ട് നോക്കിയിട്ട് ഒരു 3-4 ദിവസം ആകുമ്പോൾ 3 ദിവസം ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. നിങ്ങൾ രാവിലെ കുളിച്ചിട്ട് വരുമ്പോഴും ഈ അലോവേര ജെല്ലി ഇടാൻ കേട്ടോ, രണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഡ്രൈ സമയത്തൊക്കെ നമ്മുടെ സ്കിന്ന് തീരെ മോശമാവാതെ, ഭയങ്കര രീതിയിൽ മോശമാവാതെ കുറേയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ രാത്രി മസ്റ്റായിട്ട് ഇടണം. രാത്രി ഒരു കാരണവശാലും മറക്കരുത്. നല്ല എഫക്റ്റീവാണ്. നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, നാളെ 5 മണിക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.